കുമാരി ചേച്ചി എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭ, ഒരു നടി എന്ന് പറയുന്നതിൽ ഉപരി എനിക്ക് വ്യക്തിപരമായി കുമാരി ചേച്ചിയെ ഞാൻ എന്നും റെസ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും ആളുകളോട് പെരുമാറുന്നത്, അത് പലരും പഠിപ്പിച്ചൊരു വ്യക്തിയാണ്. കാരണം ഞാൻ സുകുമാരി ചേച്ചിയെ ഏകദേശം 10-35 വർഷമായിട്ട് സുകുമാരി ചേച്ചിയുമായിട്ട് വളരെ അടുത്ത് പരിചയം ഉണ്ടായിരുന്നു. മദ്രാസിൽ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ അതൊക്കെ ആണെങ്കിലും എനിക്ക് അതിനേക്കാൾ ഒരു മാതൃകയായിട്ട് തോന്നിയത് ഒരു ക്യാരക്ടറുള്ളൊരു നല്ലൊരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീയായിരുന്നു. ഒരിക്കൽ ഞാൻ സുകുമാരി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പലരും ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്, ചേച്ചി വളരെ ചെറിയ എമൗണ്ട് വാങ്ങി അഭിനയിക്കുന്നു, എത്ര ചെറിയ സൗകര്യം കിട്ടിയാലും ചേച്ചി അത് സാരമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും, ഇത് മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നൊരു ചെറിയ പരാമർശം ഉണ്ടല്ലോ. ഇപ്പൊ സുകുമാരി ചേച്ചി പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ ഭർത്താവ് തന്നതും ഞാൻ സമ്പാദിച്ചതും എൻ്റെ കയ്യിലുണ്ട്. ഇനി കിട്ടുന്നതെല്ലാം എനിക്ക് ദൈവം തരുന്ന ബോണസ് അല്ലേ. ഞാൻ എന്തിനും ഇനിയും പണം ഉണ്ടാക്കിയിരിക്കുന്ന അവൻ ഡോക്ടറാണ്, അവന് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവനുണ്ട് വേണ്ടതെല്ലാം എൻ്റെ മകന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് എത്ര വേണം ചെലവാക്കാൻ. അപ്പോ എന്നെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞതാ, നീയും പഠിച്ചോ ജീവിതത്തിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുക. അവിടെ പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കരുത്. കാരണം നമ്മൾ ആക്റ്റീവായിരിക്കും തോറും നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ സെൽഫിഷ് മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവുന്നത്. അയ്യോ എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്നോടാർക്കും സ്നേഹമില്ലേ, അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ആർക്കും വേണ്ടേ, എന്തുകൊണ്ടാണ്? പലർക്കും ചിലപ്പോൾ വിചാരിക്കും എനിക്ക് തരാനുള്ള പേയ്മെന്റ് തരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. വേണ്ട, നിനക്ക് എത്ര തരാൻ പറ്റും? നിനക്ക് 5000 രൂപ തരാൻ പറ്റുള്ളൂ, മതി. ഞാൻ അവിടെ പോയി ഞാനത് വർക്ക് ചെയ്യുന്നു. ആ പൈസ കിട്ടുമ്പോൾ ഞാൻ താഴേക്കിടയിലുള്ളവർ മുതൽ മുകളിലുള്ളവർക്ക് വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങൾ കൊടുക്കുന്നു. എനിക്ക് സന്തോഷം. മാസം 31 ദിവസവും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് സന്തോഷം. ഒരിക്കലും വീട്ടിലിരിക്കാൻ ഇടവരുത്തല്ലേ ഈശ്വര എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ആരെയും ആശ്രയിക്കാൻ ഇടവരുത്തല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതായിരുന്നു ഞാൻ സുകുമാരി ചേച്ചിയിൽ കണ്ട ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ പലരും മരിച്ച് നമ്മൾ അനുശോചന യോഗം കൂടുമ്പോഴും നമ്മളെല്ലാം തീർച്ചയായിട്ടും മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കുറ്റങ്ങളും ആരെയും ഒന്നും പറയില്ല. പക്ഷെ ഇന്നിവിടെ സംസാരിക്കുന്ന ഒരാൾക്ക് പോലും സുകുമാരി ചേച്ചിയെ കുറിച്ച് പറയാൻ ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. ഒരാൾക്കും ഒരു കംപ്ലൈന്റും ഇല്ലാതെയാണ് സുകുമാരി ചേച്ചി നമ്മുടെ വീട്ടിൽ പോയത്. ഇത്രയേറെ എല്ലാവരോടും ഒരുപോലെ രാവിലെ ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമ്പോൾ പ്രസാദവുമായിട്ട് വന്നാൽ ഡ്രൈവർ, പ്രൊഡക്ഷൻ ബോയ് മുതൽ ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സിന് വരെ നെറ്റിയില്ല കുറി തൊട്ട് കൊടുത്തിട്ട് സുകുമാരി ചേച്ചി ഷോട്ടിലേക്ക് പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇതൊരു സന്തോഷമാണ്. എപ്പോഴും അതിലായിരുന്നു സുകുമാരി ചേച്ചി സന്തോഷം കണ്ടെത്തിയിരുന്നത്. ഇത് പിന്നീട് ഞാൻ പലരോടും പറഞ്ഞു, ഈ പരാതി പറഞ്ഞ പലരോടും പറഞ്ഞു, ഇതാണ് സുകുമാരി ചേച്ചി പറയുന്നത്, സത്യമല്ലേ സുകുമാരി ചേച്ചി പറയുന്ന കാര്യം. അത് തന്നെയാണ് ഞാൻ സുകുമാരി ചേച്ചിയിൽ കണ്ട ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി സുകുമാരി ചേച്ചിയുടെ പേരിൽ ഒരു സ്മാരകം എന്ന് പറയുമ്പോൾ ഇത് നമ്മളിപ്പോ സാറിന്റെ പേരിലും പിന്നെ സാറിന് വേണ്ടിയും സത്യമാഷിന്റെ പേരിലും ഒക്കെ നമ്മൾ പലതും തുടങ്ങി നമുക്കൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ആവാതെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടെ ചെയ്യാൻ സാധിച്ചാൽ അതായിരിക്കും നമ്മൾ സുകുമാരി ചേച്ചിക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്ന് തോന്നുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സുകുമാരി ചേച്ചി അമ്മയായും ചേച്ചിയായും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിനെല്ലാം ശാന്തിയും ഉണ്ടാകും.